മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഈ വരുന്ന ആഴ്ച സെപ്റ്റംബർ 15-ാം തീയതിയോടുകൂടി നമ്മുടെ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ കാത്തിരുന്ന ഒരു വിജ്ഞാപനം എത്താൻ പോവുകയാണ്. നമുക്കറിയാം 2021 ഈ വിജ്ഞാപനം നേരത്തെ വന്നത്. അതിനുശേഷം 2022 പരീക്ഷ നടന്നു, 2023 റാങ്ക് പട്ടിക വന്നു, 2026 എന്താവാൻ പോവാണ്, ഈ ഒരു റാങ്ക് പട്ടിക റദ്ദാവാൻ പോവുകയാണ്. 2026 മെയ് മാസത്തോടുകൂടി ഈ റാങ്ക് പട്ടിക റദ്ദാവാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോവാണ്. വിളിച്ചു കഴിഞ്ഞാൽ 2026 ആദ്യം തന്നെ ഉണ്ടാവും പരീക്ഷ. ഒരു മാർച്ചോടുകൂടി പരീക്ഷകൾ പ്രതീക്ഷിക്കാം. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഒരു രീതിയിൽ, ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ, നേരത്തെ പോലല്ല, വളരെ പെട്ടെന്ന് തന്നെ PSC കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് റാങ്ക് പട്ടിക, റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്ന ദിവസങ്ങളിൽ തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ, അതായത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. സെപ്റ്റംബർ 15 കാത്തിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രൊഫൈലുകളിലേക്ക് എന്ത് വരാൻ പോവുകയാണ്, നോട്ടിഫിക്കേഷൻ എത്താൻ പോവുകയാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, നിയമനങ്ങൾ എത്ര നടന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടി ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, കഴിഞ്ഞ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു, നോട്ടിഫിക്കേഷനിൽ 83 വേക്കൻസികളാണ് പറഞ്ഞിരുന്നത്. നോട്ടിഫിക്കേഷനിൽ 83 വേക്കൻസിയാണ് പറഞ്ഞിരുന്നത് അന്ന്. ഓക്കെ, അപ്പോൾ നിയമനങ്ങൾ ഇപ്പോൾ എത്ര നടന്നു നമ്മൾ നോക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നും നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഓക്കെ, നമ്മുടെ കേരള സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക്, മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ഏതൊക്കെ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ ഇതുവരെ നടന്നു എന്നുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. എന്തായിരുന്നു കഴിഞ്ഞ തവണത്തെ ക്വാളിഫിക്കേഷൻ നോക്കാം. നോക്കിയേ, ബിടെക് സിവിൽ, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കെമിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇക്വലന്റ് ഫ്രം എ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ബിടെക് സിവിൽ, കെമിക്കൽ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ MTech ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്, അപ്പോൾ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ബിരുദധാരികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്, അത്യാവശ്യം നല്ല സാലറി, പേ സ്കെയിലൊക്കെ ഉള്ളൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് എല്ലാ ജില്ലകളിലും നമുക്ക് എന്തുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വേക്കൻസികൾ ഉണ്ടാവാം. അപ്പോൾ ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, കൃത്യമായ പരീക്ഷയ്ക്ക് ഒരുങ്ങുക. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന കാര്യം, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനം നടന്നു, അതുപോലെ തന്നെ ഈ ലിസ്റ്റിന്റെ കാലാവധി എത്ര മാസം കൂടിയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 5/5/2023. 5/5/2023 നമുക്ക് റാങ്ക് ലിസ്റ്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ അതിന് ഇനി നമുക്ക് ഒരു 7 മാസത്തോടെ നമുക്ക് കാലാവധി ഉണ്ട്. അതായത് 5/5/2026 വരെ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഓക്കെ, അപ്പോൾ 5/5/2026 വരെ കാലാവധി ഉണ്ട്. നമുക്കിപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സെപ്റ്റംബറിൽ വന്നാൽ നമുക്ക് മാർച്ചിലേക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. മാർച്ചിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വളരെ പെട്ടെന്നായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. മിക്കവാറും ഈ ഒരു ഡേറ്റിനപ്പുറം, അതായത് ഈ ഒരു നമ്മുടെ റാങ്ക് പട്ടിക റദ്ദാവുന്ന സമയത്ത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാനായിരിക്കും PSC ശ്രമിക്കുക. അപ്പോൾ 5/5/2026 നിലവിലുള്ള ലിസ്റ്റ് റദ്ദാകും. ഓക്കെ,
ഇതുവരെ ടോട്ടൽ അഡ്വൈസ് എത്ര പോയത്? ടോട്ടൽ അഡ്വൈസ് നോക്കി 121 അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട്. 121 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. ഇനിയും അഡ്വൈസ് പോകും. 27 ആഗസ്റ്റ് 2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. 27/8/2025 ഈ തൊട്ടടുത്ത ദിവസമാണ് എന്ത് പോയിരിക്കുന്നത്? ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന കാര്യം ഓർക്കുക. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 121 ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ ഓപ്പൺ എവിടെ വരെ പോയി? 75 ഓപ്പൺ പോയി. 75 ഓപ്പൺ പോയിട്ടുണ്ട്. 75 ഓപ്പൺ പോയിട്ടുണ്ട്. മുസ്ലിം 101 വരെ പോയിട്ടുണ്ട്. മുസ്ലിം 101 വരെ പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് SC പോയിട്ടുണ്ട് കേട്ടോ. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് SC പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററി 1 പോയിട്ടുണ്ട്. ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 4 വരെ പോയിട്ടുണ്ട് കേട്ടോ. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് SC ഷെഡ്യൂൾഡ് കാസ്റ്റ് 1 വരെ പോയി. ഷെഡ്യൂൾഡ് ട്രൈബ് 4 വരെ പോയിട്ടുണ്ട് കേട്ടോ. മുസ്ലിം 101 വരെ പോയിട്ടുണ്ട്. EWS 159 നിന്ന ഈ EWSകാരനും എന്ത് പോയിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടന്നിട്ടുള്ള ഒരു ലിസ്റ്റ് കൂടിയായിരുന്നു കഴിഞ്ഞ ലിസ്റ്റ്. 121 ടോട്ടൽ അഡ്വൈസ് പോയി, 75 ഓപ്പൺ പോയി, 101 മുസ്ലിം 101ാമത്തെ റാങ്കുള്ള ആള് പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 1 പോയി. ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 4 പോയി. EWS 159 കടന്ന EWSകാരനും പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 121 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് അഡ്വൈസ് കൂടി ഇനി നടക്കും. ഇനി ഒരു 6-7 മാസം നമുക്ക് എന്തുണ്ട്? കാലാവധി ഉണ്ട്. ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പോൾ കുറച്ച് അഡ്വൈസ്, ഒരു 10-25 അഡ്വൈസ് കൂടെ മിക്കവാറും നടക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ നിയമന നില. അപ്പോൾ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം ആരംഭിക്കുക. പഠനം നേരത്തെ ആരംഭിച്ച ആളുകളുണ്ടാവും, അവരത് കണ്ടിന്യൂ ചെയ്യുക. പുതിയതായിട്ട് പഠിക്കാൻ ആരംഭിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. കൃത്യമായി സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ സിലബസ് എടുത്ത് വെച്ച്, സിലബസ് നമ്മളൊന്ന് പ്രിൻ്റാക്കി എടുത്ത് വെച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ മാക്സിമം എക്സാമുകൾ ചെയ്ത് ഓരോ ടോപ്പിക്കിൻ്റെയും എക്സാമുകളൊക്കെ വെച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരീക്ഷ. മാസ്റ്റർ കീ അക്കാഡമി അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പരിശീലനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. കൃത്യമായിട്ട് പഠിച്ചാൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മാസ്റ്റർ കീ ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആപ്പ് രജിസ്റ്റർ ചെയ്ത് അതിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻക്വയറീസ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ഒരു പരീക്ഷയിൽ വിജയിച്ചേ തീരൂ, ഈ ജോലി എനിക്ക് കിട്ടിയേ തീരൂ, ഈ ജോലി ഞാൻ വാങ്ങിക്കും എന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും മാസ്റ്റർ കീ അക്കാഡമി ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അതിശക്തമായിട്ട് മുന്നോട്ട് പോകാം. വളരെ 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 ഇച്ഛാശക്തിയോടും ആത്മവിശ്വാസത്തോടും മുന്നോട്ട് പോകാം. ഓക്കെ.